നമ്മള് വളരെ പെട്ടെന്ന് കുത്തിമറിഞ്ഞ് തീർക്കുകയാണ്. ആർക്കോ വേണ്ടി. തിൽക സ്വലാത്തുൽ മുനാഫിഖി, തിൽക സ്വലാത്തുൽ മുനാഫിഖ്, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്, അത് മുനാഫിഖിന്റേതാണ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണെന്ന് 3 തവണ പറഞ്ഞപ്പോൾ ആരുടേതാണ് നബിയേ, ആരുടെ നിസ്കാരമാണ് നബിയേ നിങ്ങളാ ഉദ്ദേശിച്ചത്? നിസ്കരിക്കാൻ വൈകിപ്പിക്കുന്ന ആളുകള് സൂര്യനിങ്ങനെ നോക്കി നിൽക്കും. അസ്തമിച്ചിട്ടില്ലല്ലോ, സമയമുണ്ടല്ലോ. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. അത് ളുഹ്ർ നിസ്കരിക്കുന്നത് അസറിന്റെ ബോർഡറിൽ, ളുഹ്ർ നിസ്കരിക്കുന്ന അസറിന്റെ ബോർഡർക്ക് ജമ്മു സൂര്യനൊക്കെ ഉസ്താദുമാർ പറഞ്ഞൊരു സൂര്യനായി ജമ്മു ബോർഡറിൽ കൊണ്ടുവന്ന് ജമ്മയുടെ പോലെ. അപ്പൊ അസ്റാൻ കൊടുക്കും. ഒന്നുകൊണ്ട് അസ്റന്ന് നിസ്കരിച്ചു. ഇനി അടുത്തത് മഗ്രിബ്. കുറെ വൈകിപ്പിച്ചിരുന്ന ഒന്നുകൊണ്ട് അങ്ങ് ഇശാവും. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇശാഇന്റെ വുളു കൊണ്ട് സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇശാഇന്റെ വുളു കൊണ്ട് സുബ്ഹി നിസ്കരിച്ച മഹാനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. വലിയ വലിയ മഹത്തുക്കളെ നമ്മള് ബോർഡറിൽ കൊണ്ടുവന്നിട്ട് ഒരു വുളു കൊണ്ട് അടുത്ത നിസ്കാരം. ആകെ 5 മിനിറ്റ് 10 മിനിറ്റിന്റെ ഗ്യാപ്പിലായി നിസ്കരിക്കുന്നത്. അസ്ർ നിസ്കാരത്തെ പിന്തിച്ച് സൂര്യൻ അസ്തമിച്ചോ? ഇല്ല, കാണുന്നുണ്ടല്ലോ, ഒന്നുകൂടെ കഴിയട്ടെ, ഈ ഒരു പേജും കൂടെ തീർക്കട്ടെ, അല്ലെങ്കിൽ ഈ ഒരു വർക്ക് കൂടെ തീർക്കട്ടെ, ഇത്രയും കൂടെ അങ്ങ് ചെയ്തു കഴിയട്ടെ, എന്നിട്ടാവാം. പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിൽ സൂര്യൻ അസ്തമിക്കാറാകുമ്പോ എന്ന് പറഞ്ഞാൽ സൂര്യനെ ആരാധിക്കുന്ന ആളുകളുടെ ആരാധന എനിക്ക് വേണമെന്ന് വിചാരിച്ച് പിശാച് അവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂര്യനെ ആരാധിക്കുന്നവരുടെ പ്രഭാത നേരത്തെ പൂജകൾ കിട്ടണമെന്ന് വിചാരിച്ച് പിശാച് പ്രത്യക്ഷപ്പെടും സൂര്യോദയ നേരത്ത്. അതുകൊണ്ടാണ് സൂര്യോദയം 2 പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിൽ, പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിൽ അസ്തമിക്കുന്നത്. ആ നേരത്ത് 4 തവണ അവൻ കൊത്തും. കോഴി കൊത്തുന്ന പോലെ, കോഴി അതിന്റെ ധാന്യം കൊത്തിപ്പെറുക്കിയെടുക്കുന്ന പോലെ 4 പ്രാവശ്യം 4 റക്അത്ത് അവൻ തീർക്കും. ലാ യദ്കുറുല്ലാഹ ഫീഹി ഇല്ലാ ഖലീലാ. വളരെ കുറച്ചേ അവൻ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നുള്ളൂ ആ നേരത്തെ. വളരെ കുറച്ചല്ലേ സമയം ചെലവഴിച്ചുള്ളൂ അല്ലാഹുവിന്റെ മുമ്പിൽ. അത് കപടവിശ്വാസിയുടെ നിസ്കാരമാണ്, അത് കപടവിശ്വാസിയുടേതാണ്, അത് കപടവിശ്വാസിയുടേതാണെന്ന് 3 തവണ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് സ്നേഹമുള്ളവർക്ക് അങ്ങനെ നിസ്കരിക്കാൻ കഴിയോ? അതിനൊരു ഒരുക്കം, അതിനൊരു ഇസ്തിഅദാദ്, തയ്യാറെടുപ്പ്. ഒന്നുകൊടുത്ത് കാത്തിരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, നല്ലൊരു അച്ചടക്കത്തിൽ, നല്ല ഒതുക്കത്തോടുകൂടെ. ഇതെന്റെ അല്ലാഹുവിന്റെ മുമ്പിലേക്കുള്ള യാത്രയാണ്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ, അന്ന് മുഹറം 10 കർബലായിൽ ദാരുണമായി വധിക്കപ്പെട്ടു പോയ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹഫീദ് പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അലി എന്നവര്. അലി ഇബ്നു ഹുസൈൻ തങ്ങളെ ഇദാ തവല്ല വുളു എടുത്തു കഴിഞ്ഞാൽ അഖദതുഹു റഅദഹ വതുസീബുഹു അറഖ്. ബഹുമാനപ്പെട്ടവർക്ക് വുളു കഴിഞ്ഞാൽ പിന്നെ വിയർക്കാൻ തുടങ്ങും, വുളു എടുത്തു കഴിഞ്ഞാൽ വിറക്കാൻ തുടങ്ങും. അവർ ചോദിച്ചു, നിസ്കരിക്കാൻ പോകുന്ന എന്തിനാണ് ഇങ്ങനെ വിറക്കുന്നത്? വൈലക്കും, നിങ്ങൾക്കറിയുമോ? അതദറൂന ബൈന യദൈ മൻ സൗഫ അഖൂം. ആരുടെ മുമ്പിൽ പോയിട്ടാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയുമോ? അതോർത്തുകൊണ്ടാണ് ഞാൻ വിറക്കുന്നതെന്ന് വുളു എടുത്തു കഴിഞ്ഞാൽ വിറക്കുമായിരുന്ന അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇവിടെയാ നമ്മുടെ നിസ്കാരം കിടക്കുന്നത്. ഒരു ആത്മവിചിന്തനം ആവശ്യമല്ലയോ? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സുകൊടുത്ത്, അല്ലാഹുവേ, ഞാൻ എന്റെ പ്രശ്നം നിന്നെ അവതരിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഇതാ നിന്റെ അബ്ദ്, അതാക അബ്ദുക അൽ മുദ്നിബ് അൽ മുഖസ്സിർ. അല്ലാഹുവേ, പാപങ്ങൾ ചെയ്ത, തെറ്റ് ചെയ്ത നിന്റെ അടിമയിതാ വന്നിരിക്കുന്നു. അല്ലാഹുവേ, സ്വീകരിക്കണേ, മാപ്പ് തരണേ, എന്നോട് പൊറുക്കണേ. ഇത് 5 നേരം മനസ്സ് തട്ടിപ്പറഞ്ഞ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഈ നിസ്കാരത്തിന്റെ ഇടയിൽ പോയി സിനിമ കാണാൻ മനസ്സ് വരുമോ? അരുതാത്തത് കേൾക്കാൻ മനസ്സ് വരുമോ? ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകൾ പറയാൻ അവന് മനസ്സ് വരുമോ? ഉപദ്രവം ചെയ്യാൻ മനസ്സ് വരുമോ? ഗീബത്തും നമീമത്തും ഫോർവേഡ് ചെയ്യാൻ മനസ്സ് വരുമോ?
നിസ്കരിക്കുന്ന നിസ്കാരക്കാരന് അതിന്റെ ഇടയിൽ തെറ്റ് ചെയ്യാൻ എവിടെയാ സമയം? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുമാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇദാ സ്വല്ലാ ബിന്നാസ്, നിസ്കരിക്കാൻ നിന്നാൽ ലം യകദ് യസ്മഉ ഖിറാഅതഹു മിനർ റിഖ്ഖ, പേടികൊണ്ട്, ഖാനബറുകളുടെ ഭയപ്പാടുകൊണ്ട് ബാക്കിലുള്ളവർക്ക് ഖിറാഅത്ത് കേൾക്കാൻ പ്രയാസമായിരുന്നു. അങ്ങനെയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എത്ര ധീരരാണ്, വീരശൂരരാണ്. നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ യുസ്മഉ നശീജുഹു മിൻ വറാഇ സുഫൂഫ്, എത്ര സഫുകൾ പിന്നിലാണെങ്കിലും ബഹുമാനപ്പെട്ടവരുടെ മനസ്സിന്റെ തേങ്ങലിങ്ങനെ ആ ഓതുന്ന സമയത്തുള്ള വിറയും പേടിയും കരച്ചിലും തേങ്ങലും എത്ര ദൂരെയാണെങ്കിലും കേൾക്കാൻ കഴിയുമായിരുന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റേത്.